പ്രിയമുള്ളവരെ, മായാത്ത മാരിവില്ല് MT ഒന്നാമൂഴക്കാരൻ. 15/7/1933 ജനിച്ച് 25/12/2024 നിര്യാതനായ MT വാസുദേവൻ നായരുടെ സാഹിത്യ സബരിയെക്കുറിച്ച് വായനാശീലമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം. മലയാള സാഹിത്യ ലോകത്തിലെ കുലപതി തന്നെയാണ് MT. എഴുത്തിനെ ഇത്രമേൽ സ്നേഹിച്ച മറ്റൊരാൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടാകാനിടയില്ല. പല സാഹിത്യകാരന്മാരും പല പല ഇസങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. റിയലിസവും മാജിക്കൽ റിയലിസവും എക്സിസ്റ്റൻഷ്യലിസവും എഴുത്തുകാരെ വരിഞ്ഞു മുറുക്കിയിരുന്നു. പൊറ്റക്കാടും ബഷീറും ഉറൂബും തകഴിയും ദേവും വിജയനും മുകുന്ദനും കാക്കനാടനും സേതുവും പുരത്തിലുമെല്ലാം ഉജ്ജ്വലങ്ങളായ രചനകൾ സമ്മാനിച്ചു എന്നത് നേര് തന്നെ. എന്നാൽ MTയുടെ എഴുത്തുവഴി എന്നും വ്യത്യസ്തമായിരുന്നു. അത് ലൈഫിസത്തിൽ ഊന്നിയുള്ളതായിരുന്നു. കഥയും നോവലും നാടകവും തിരക്കഥയും യാത്രാവിവരണവും ലേഖനങ്ങളുമായി ആ സർഗവ്യാപാരം നമ്മുടെ ഭാഷയിലാകെ ഒരു വടവൃക്ഷം പോലെ പടർന്നു പന്തലിച്ചു കിടക്കുന്നു. തീർച്ചയായിട്ടും മലയാളത്തിൽ MT രണ്ടാമൂഴക്കാരനല്ല, ഒന്നാമൂഴക്കാരൻ തന്നെ. ജ്ഞാനപീഠ പുരസ്കാരം, പത്മഭൂഷൺ ബഹുമതി എന്നിവയുൾപ്പെടെ അസംഖ്യം പുരസ്കാരങ്ങൾ നേടി. പ്രശസ്തമായ ധാരാളം കൃതികൾ മലയാളത്തിൻ്റെ സുഹൃതമായ MT നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പലതും പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ MTയുടെ തിരക്കഥയിലും സംവിധാനത്തിലും പിറന്നു വീണ ചലച്ചിത്രങ്ങൾ നിരവധിയാണ്. പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി എന്ന് മാത്രമല്ല, മിക്കതും വൻപിച്ച ജനപ്രീതി നേടുകയും ചെയ്തു എന്നത് വിസ്മയമാണ്. നാലുകെട്ട്, കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം തുടങ്ങിയ നോവലുകളും, ഇരുട്ടിൻ്റെ ആത്മാവ്, ഡാറസ്സലാം, ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക്, ഷെർലക്, പെരുമഴയുടെ പിറ്റേന്ന് തുടങ്ങിയ കഥകളും, നിർമാല്യം, ഓളവും തീരവും, ഒരു വടക്കൻ വീരകഥ എന്നീ സിനിമകളും, കാതികൻ്റെ കല, കാതികൻ്റെ പണിപ്പുര തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും ഉൾപ്പെടെ എത്ര സൃഷ്ടികൾ. ഇനി ചില ഉദ്ധരണികൾ. MTയുടെ എല്ലാ കഥകളിലും എനിക്ക് എന്നെ കാണാം. ഭീമനിലും ചന്തുവിൽ പോലും ഞാനുണ്ട്. അതെൻ്റെ മാത്രം തോന്നലല്ല, MTയെ വായിക്കുന്ന ഓരോ വായനക്കാരൻ്റേതുമാണ്. സത്യനന്ദിക്കാട്. എഴുതി തുടങ്ങിയിട്ട് അനേകം വർഷങ്ങളായി. പക്ഷേ പരീക്ഷാ ഹാളിൽ ഉത്തരക്കടലാസിന് മുന്നിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉത്കണ്ഠയും ഭീതിയുമുണ്ട് ഇപ്പോഴും എഴുതാനിരിക്കുമ്പോൾ. ഇളം പ്രായത്തിൽ എഴുത്ത് ഒരു വിനോദമായിരുന്നു. ഇപ്പോൾ അത് സംഘർഷമാണ്. വാക്കുകൾ തൃപ്തികരമായി നിരന്നു വരാനുള്ള തീവ്രമായ പ്രാർത്ഥനയാണ്, ആവാഹനമാണ് MT. MTയെ ഗർഭത്തിൽ വെച്ച് തന്നെ ഒഴിവാക്കാൻ അദ്ദേഹത്തിൻ്റെ അമ്മയും ബന്ധുക്കളും ശ്രമിച്ചിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ MTയെ നിഷ്പ്രഭനാക്കാൻ ധാരാളം പേർ എത്തിച്ചു. മഞ്ഞ് മോഷണമാണെന്ന് ആരോപിച്ച് ചിലർ വൻ വിവാദമുണ്ടാക്കി. T. പത്മനാഭനെ പോലെയുള്ളവർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഥയുടെ അതോറിറ്റി MT അല്ല, താനാണ് എന്ന്. പ്രബുദ്ധരായ വായനക്കാർ ആ വാദങ്ങളെല്ലാം ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. MTയുടെ സാഹിത്യത്തിൽ രാഷ്ട്രീയവും തത്വചിന്തയും അതിരുകടന്ന ലൈംഗികതയും പൊതുവെ വിരളമാണ്. വിവാഹപൂർവവും വിവാഹബാഹ്യവുമായ ലൈംഗിക ബന്ധങ്ങൾ ചാരുതയും തീക്ഷ്ണതയും നിറഞ്ഞ ഭാഷയിൽ അവതരിപ്പിക്കാൻ MTക്കുള്ള സിദ്ധി അനന്യസാധാരണമാണ്. കപട സദാചാരത്തിൻ്റെ മുഖം മൂടി അണിയാൻ അദ്ദേഹം തയ്യാറല്ല. ശിഥിലമായ കുടുംബ ബന്ധങ്ങളിൽ പെട്ടുഴലുന്ന വ്യക്തികളുടെ ആന്തരിക ലോകത്തെ അനാവരണം ചെയ്യാനാണ് MTയുടെ പൊൻതൂലിക ഏറെയും ചലിച്ചിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാം. പരാജിതരുടെ, നിസ്സഹായരുടെ, ഒറ്റപ്പെട്ടവരുടെ എല്ലാം കലാകാരനാണ് MT. കാലാധിവർത്തിയായ നിരവധി സംഭാവനകൾ കൈരളിക്ക് നൽകിയ നിസ്തുലനായ ഈ സർഗധനൻ ഗദ്യസാഹിത്യകാരന്മാർക്കിടയിലെ മഹാകവിയാണ്. ധ്വനിപ്രധാനവും കാവ്യാത്മകവുമായ MTയുടെ
നിസ്തുലമായ ശൈലി തീർച്ചയായും വായനക്കാർക്ക് ലഭിച്ച വരദാനമാണ്. വരും തലമുറകളും ഏറെ ആവേശത്തോടെ എം.ടിയുടെ സർഗ സംഭാവനകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും തീർച്ച. എം.ടി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. മലയാള ഭാഷയുടെ തിളക്കമാർന്ന അലങ്കാരമാണ്. ആത്മാർത്ഥതയും ആർദ്രതയും ആകർഷകത്വവും നിറഞ്ഞ രീതിയിൽ അദ്ദേഹം രചിച്ച ഭാഷാപ്രതിജ്ഞ കേൾക്കൂ. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്. എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എം.ടിയുടെ വാക്കുകൾ ഏത് പ്രായത്തിലുള്ള എഴുത്തുകാർക്കും വഴികാട്ടിയാണ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, മുൻപേ പോയവർ 1000 പ്രമേയങ്ങൾ 1000 രീതികളിൽ ശൈലികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ മാതൃകകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ 1000 വഴികളിൽ ഒന്നും തന്നെയല്ല എഴുതി തുടങ്ങുന്ന ആളുടെ വഴി. 1001ാമത്തെ വഴി, നിങ്ങളുടെ സ്വന്തം വഴി മുന്നിലുണ്ട്. അത് കണ്ടെത്തുക. അറിയാത്ത മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളയെ ഏറെ സ്നേഹിച്ച എം.ടി ഹൃദയങ്ങളിൽ എന്നും കിടാവിളക്കായി നിലനിൽക്കും. എം.ടിയെക്കുറിച്ച് ഞാൻ എഴുതിയ വിനീതമായ ഒരു കവിത ചൊല്ലാം. മായാത്ത മാരിവില്ല്. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും ഭാവനാ സൗവർണരേളുക്കളാ ഭാവുക ഹൃദയം തുടുപ്പിച്ചു. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും കാത്തിരിപ്പാടു ജീവിതമെന്ന കാലാതീതമാം സത്യമോതുവാൻ മായിക നോവലാം മഞ്ഞെഴുതി വായനാലോകത്തെ കീഴടക്കി. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും കാലമാം മഹാപ്രവാഹത്തിൻ്റെ തീരത്തു നിന്നു നീ കണ്ടെത്തുന്നു മാനവജീവിതാഹ്ലാദങ്ങളും മാറ്റാനാകാത്തതാം ശോകങ്ങളും. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും ക്രൂരമായോരസുരവിത്തിലെ ദേവതുല്യ മാനസം കാണിച്ചു. നിർമാല്യത്തിനുണ്ടേറെ അർത്ഥം കർമ്മവീതിയിലെന്നറിയിച്ചു. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും പ്രേമമേതൊരു മാനസത്തിലും പൂവിടാമെന്നതാം നഗ്നസത്യം ഇരുട്ടിൻ്റെ ആത്മാവിലൂടെ നീ ധരിപ്പിച്ചു മാലോകരെയെല്ലാം. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും വ്യാസമാനസത്തിനുള്ളിൽ ചെന്നു വാസമേറെ കാലം ചെയ്ത ശേഷം കണ്ടെത്തി നൽകി കൈരളിക്കായി 2ാം ഊഴമാം മഹാവിസ്മയം. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും സാഹിരി ദേവിതൻ പൂടലിൽ നോവൽ കഥ ചലച്ചിത്രമെല്ലാം ചേർത്തു ചാരുമാരുവില്ലായി നീ ചാർത്തിയതെന്നെങ്കിലും മായുമോ. സാഹിരി ദേവിതൻ പൂടലിൽ നോവൽ കഥ ചലച്ചിത്രമെല്ലാം ചേർത്തു ചാരുമാരുവില്ലായി നീ ചാർത്തിയതെന്നെങ്കിലും മായുമോ. ചാർത്തിയതെന്നെങ്കിലും മായുമോ. 4 കെട്ടിൻ്റെ ശില്പഭംഗിയും ഘോരമാം ദുരിത പെയ്ത്തുകളും ഭാവനാ സൗവർണരേഴുക്കളാൽ
ഭാവുക ഹൃദയം തുടുപ്പിച്ചു, ഭാവുക ഹൃദയം തുടുപ്പിച്ചു. നന്ദി, നമസ്കാരം.